നമസ്കാരം. VMTV സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ കാലാവധി പകുതി പിന്നിട്ടപ്പോൾ ഗതാഗത മന്ത്രിയെ മാറ്റിയത് KSRTCക്ക് ഗുണകരമാകുമെന്നായിരുന്നു പ്രതീക്ഷ. പഴയ മന്ത്രിയുടെ നടപടികൾ റദ്ദാക്കി പുത്തൻ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച പുതിയ മന്ത്രിയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി. എന്നാൽ രണ്ടു മന്ത്രിമാരുടെയും സമയത്ത് KSRTCയുടെ നില താരതമ്യം ചെയ്താൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ബോധ്യമാകും. ഈ മാസം KSRTC നേടിയത് റെക്കോർഡ് കളക്ഷൻ എന്നാണ് പുതിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദം. പരമാവധി വാഹനങ്ങൾ റോഡിലിറക്കിയും സർവീസ് റദ്ദാക്കൽ കുറച്ചും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫലം കാണുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ KSRTCയുടെ വരുമാനം സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകൾ ലഭ്യമാക്കിയ കണക്കുകൾ പരിശോധിക്കാം. 2023 ജൂൺ 3 മുതൽ ജൂലൈ 3 വരെ KSRTCയുടെ മൊത്തം കളക്ഷൻ 201.63 കോടിയാണ്. ശരാശരി ഒരു ദിവസത്തെ കളക്ഷൻ 650.43 ലക്ഷം. അതേസമയം 2024 ജൂൺ 23 തുടങ്ങി ജൂലൈ 22 വരെ ഒരു മാസം കിട്ടിയത് 190.13 കോടി മാത്രമാണ്. ശരാശരി കളക്ഷൻ ദിവസം 633.77 ലക്ഷം രൂപ. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ 2023 ജൂൺ 26 KSRTC നിരത്തിലിറക്കിയത് 4501 ബസ്സുകളാണ്. 14.65 ലക്ഷം കിലോമീറ്റർ ഇവ സർവീസ് നടത്തി. 2171 ലക്ഷം യാത്രക്കാരെ കയറ്റിയിറക്കി. 726.67 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ വരുമാനം. ഒരു വർഷത്തിനിപ്പുറം 2024 ജൂൺ 24 KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ 4302 ബസ്സുകളാണ് റോഡിൽ ഇറങ്ങിയത്. പ്രതിദിന വരുമാനം 720.52 ലക്ഷമായി കുറഞ്ഞു. സർവീസ് നടത്തിയത് 14.30 ലക്ഷം കിലോമീറ്റർ മാത്രം. തകരാറുകൾ ഒന്നുമില്ലായിരുന്നിട്ടും ഓടാതെ കിടന്ന ബസ്സുകൾ ആന്റണി രാജുവിന്റെ കാലത്ത് 375 ബസ്സുകളായിരുന്നുവെങ്കിൽ ഗണേഷ് കുമാർ വന്നപ്പോൾ 630 വർദ്ധിച്ചു. കിലോമീറ്റർ വരുമാനം 4501 പൈസയിൽ നിന്നും 4302 കുറഞ്ഞു. 2023-2024 വർഷങ്ങളിലെ ജൂലൈ ആദ്യവാരത്തിലെ തിങ്കളാഴ്ചയിലെ കോർപ്പറേഷന്റെ ഔദ്യോഗിക കണക്കുകളും ഇരു വർഷങ്ങളിലെയും ജൂൺ അവസാന വാരത്തിലെ തിങ്കളാഴ്ചയിലെ കണക്കുകളുമാണ് താരതമ്യപ്പെടുത്തിയത്. മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും തരംഗമാകുന്നുവെങ്കിലും KSRTC ബസ്സുകൾ ഉപയോഗിക്കുന്നവർക്ക് സൗകര്യങ്ങൾ കുറയുകയാണെന്നതാണ് വാസ്തവം. 7 പതിറ്റാണ്ട് നീണ്ട ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായാണ് IAS, IPS അല്ലെങ്കിൽ വൻകിട കമ്പനികളെ നയിച്ചു പരിചയമില്ലാത്ത ഒരാൾ KSRTCയുടെ CMD ആകുന്നത്. മാത്രമല്ല KSRTC പരിഷ്കരണം സംബന്ധിച്ച് പഠനം നടത്തിയ സുശീൽ ഖന്ന പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ശുപാർശ ചെയ്തവരെ പുതിയ മന്ത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. KSRTCയുടെ വരുമാനത്തിന്റെ 90% കൊണ്ടുവരുന്ന ഓപ്പറേഷൻ വിഭാഗത്തിന്റെ പോളിടെക്നിക് മാത്രം യോഗ്യതയുള്ളവരുടെ പക്കൽ എത്തിയത് ഇങ്ങനെയാണ്. മുൻ CMDമാരായ ടോമിൻ തച്ചങ്കരിയും ബിജു പ്രഭാകറും മാറ്റി നിർത്തിയ ഒരു ഉദ്യോഗസ്ഥൻ കോർപ്പറേഷൻ തലപ്പത്ത് തിരിച്ചെത്തിയതോടെയാണ് ടേക്ക് ഓവർ സർവീസുകൾ സ്വകാര്യ മേഖലയ്ക്ക് തിരിച്ചുകിട്ടാൻ സാഹചര്യം ഒരുങ്ങിയത്. വിവാദമായ മിനി ബസ് വാങ്ങൽ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ വിരമിച്ചപ്പോൾ KSRTC സ്വിഫ്റ്റിൽ വൻ ശമ്പളത്തിൽ പുനർനിയമനം നൽകിയതിൽ തൊഴിലാളി യൂണിയനുകൾ അമർഷത്തിലാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനിടെ 10,000 കോടി രൂപയാണ് പ്രതിദിനം 4000-ൽ താഴെ ബസ് ഓടിക്കാൻ KSRTCക്ക് നൽകുന്നത്. ഇങ്ങനെ കിട്ടുന്ന തുക ശരിയായി വിനിയോഗിച്ച് നഷ്ടം കുറയ്ക്കുന്നതിന് പകരം മിനി ബസ്, മൊബൈൽ വർക്ക്ഷോപ്പിനുള്ള വാഹനങ്ങൾ തുടങ്ങിയവ വാങ്ങി ബാധ്യത വർദ്ധിപ്പിക്കാനാണ് പുതിയ മന്ത്രി ശ്രമിക്കുന്നതെന്ന് തൊഴിലാളി നേതാക്കൾ ആരോപിക്കുന്നുമുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.